ഇനി നിങ്ങൾക്കാകാം നിങ്ങളുടെ അഴിഞ്ഞാട്ടം. ഞാൻ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണ്. ഒരു വലിയൊരു വിഷയത്തെ പ്രതിനിധാനം ചെയ്തിട്ട് അത് പ്രശ്നം ഉണ്ടാക്കുന്ന മനുഷ്യനാണ്. അല്ലെങ്കിലും നമുക്ക് അഭിനയിക്കുന്നവരെ വേണ്ടല്ലോ സിനിമയിൽ. അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ഉണക്കമീൻ ഉണ്ടാകുന്ന ഒരു കുളം ഉണ്ട് അവിടെ കാലത്ത്. ഉണക്കമീൻ കുളത്തിലോ? അച്ഛനല്ല, ഒന്നുകിലും അല്ലെങ്കിൽ സിനിമ രണ്ടിലൊന്നും നടക്കുള്ളൂ. തിയേറ്ററിൽ പോയി ഇന്ന ഊതാണ് മനസ്സിലായില്ല. ചിലപ്പോ ഒരു ഇതോടുകൂടി കഴിച്ചില്ലാവും. നമസ്കാരം. ഇന്ന് സിനിമയുടെ വിശേഷങ്ങൾ ചോദിക്കാൻ ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഇവരുടെ കൂടെയാണ് കേട്ടോ. പക്ഷേ സിനിമയുടെ വിശേഷം ചോദിക്കാൻ ഇന്ന് നമ്മുടെ ടീമിനോടൊപ്പം ചേർന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട താരം, നമ്മെ വിട്ടുപോയ മാമുക്കായുടെ മോൻ നിസാർക്കയാണ്. നിസാർക്ക, നമസ്കാരം. ഇനി നിങ്ങൾക്കാകാം നിങ്ങളുടെ അഴിഞ്ഞാട്ടം. നിങ്ങൾ കോഴിക്കോടുകാർ മൊത്തം ഇരിപ്പുണ്ട്, ഞാൻ ഇടുക്കിക്കാരനും ഇരിപ്പുണ്ട്. വടകര നേരത്തെ പറഞ്ഞ എവിടെയാണ് സ്ഥലം? നിങ്ങൾ വടകര, നിങ്ങൾ കോഴിക്കോടല്ലേ? മലപ്പുറം. ഞാൻ കോഴിക്കോട് അടുത്ത് തൃശ്ശൂർ ജില്ലയിൽ. നിങ്ങളല്ലേ സംവിധായകന്? അതെ. നിങ്ങളൊന്ന് തുടങ്ങാം, നിങ്ങൾ പറയും കാര്യങ്ങളൊക്കെ. ഈ സിനിമന്റെ കുട്ടന്റെ ശിനിഗാമി അതിലൊരു പ്രധാന വേഷം ചെയ്തത് ആരാ പടത്തിൽ? കുട്ടൻ്റെ ശിനിഗാമിയിൽ പ്രധാന വേഷം രണ്ടുപേര് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇന്ദ്രൻ സേട്ടനും ജാഫ്രിക്കും. ഇവർ രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ച ഒരു വർക്ക് എന്ന് വേണം പറയാം. അത് ഒറ്റപ്പാലം പരിസരത്താണ് ചിത്രീകരിച്ചത്. ഇദ്ദേഹമാണ് അതിൻ്റെ പ്രൊഡ്യൂസർ വന്നിട്ട്. ഇവരാണ് അതിലെ കുട്ടൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ വൈഫായിട്ടുള്ളത്. അവരാണത് അതിൻ്റെ മോളായിട്ട് അഭിനയിച്ചത്. ആ മോളിലെ പിന്നാലെ വട്ടം തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യനാണ് ആ മുടിയൊക്കെ വെച്ചിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഇതിൻ്റെ ഒരാളായതുകൊണ്ടാണ്. അല്ല, ഇതിൻ്റെ ഒരാളും കൂടി അല്ലേ അദ്ദേഹം ഒരു ഞാൻ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണ്. പുള്ളി നമ്മുടെ പേര് പറയില്ല. അല്ലെന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് മിണ്ടാതിരുന്ന. ഇനി തുടങ്ങാലോ. ഇദ്ദേഹം അതായത് ഒരു വലിയൊരു വിഷയത്തെ പ്രതിനിധാനം ചെയ്തിട്ട് അത് പ്രശ്നം ഉണ്ടാക്കുന്ന മനുഷ്യനാണത്. അതായത് ആ സബ്ജക്റ്റിൽ ഒരു പ്രത്യേക ഘട്ടത്തിനെ അങ്ങോട്ട് കടത്തി വിടുന്നത് അദ്ദേഹത്തിന്റെ. അതായത് അങ്ങനത്തെ ഒരു കണ്ടന്റിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് ആളാണത് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതെന്തോ ആവാം, അതിന്റെ ബാലൻസ് നമ്മൾ ആ ഫ്രെയിമിൽ നിന്നും മറ്റൊരു ഫ്രെയിമിലേക്ക് സിനിമ മാറുകയാണ്. അതിൽ കുറെ ഇങ്ങനെ ചെയ്തു. ഞാൻ ആ സിനിമയിൽ ഷൂട്ടിംഗ് ദിവസം എല്ലാ സ്ഥലത്തും, പക്ഷേ സീനിൽ ഒന്നിലുള്ളൂ. അത് മതി, ഒറ്റ സീനെ ചെയ്തു. മനഃപൂർവ്വം വെട്ടി. കാരണം എനിക്ക് കൂടുതൽ ചെലവാണ്. എനിക്ക് സെപ്പറേറ്റ് റൂം വേണം, ക്യാരവാൻ വേണം. പക്ഷെ പറഞ്ഞു അത് നടക്കില്ല. അല്ല, മനഃപൂർവ്വം അല്ല, അവന് വേറെ വർക്ക് വന്ന് അവൻ ക്യാമറ എടുത്ത് പോയി. എത്ര സിനിമ എത്രാമത്തെ സിനിമ ചെയ്ത്? 25 സിനിമകളായി. 25 പടമായി. അമ്മയിൽ മെമ്പർഷിപ്പ് എടുത്തോ? അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കില്ലല്ലോ. എടുക്കില്ല, ഞാനും എടുത്തില്ല. ഞായി വരുന്നല്ലേ? ആയി വരാത്തല്ല, നമുക്ക് കിട്ടും. വർഷങ്ങൾക്ക് മെമ്പർഷിപ്പ് 68 പടത്തിന് ഞാൻ എടുത്തില്ല. നിങ്ങൾ 68 പടം അഭിനയിച്ചു? ചോദിക്കുക പ്രൊഡ്യൂസർ. ചെറുതും വലുതും അതും ഇതായിരിക്കും. വേഷം, ഷാമ്പൂതേൻ, കൊട്ടേഷൻ, ഷാർജ, മനന്മാര്, ഉമ്മപ്പെടുന്നത് അവിടെ അങ്ങനെ ഒരുപാട്. എങ്കിലും ഈ ഡയറക്ടർ പുറത്ത് ഇരുന്നിട്ട് ഡയറക്ടർ ആദ്യത്തെ പടമായ സമീറിനെ കുറിച്ച് പറയില്ല. അതിൽ അഭിനയിച്ച നല്ലൊരു വേഷം. മിണ്ടില്ല. ഗൾഫിൽ അഭിനയിച്ച് കുറേ ഉണ്ട്. അപ്പോഴും അതിന് നിസ്സാരമായിട്ട് കാണും. ഗംഭീരമായിട്ട് നല്ലൊരു വേഷം തന്നെ. അങ്ങനെയുള്ള ബന്ധം അത് ചെയ്തു. അതിന്റെ പകരം വീട്ടിലാണ് ഇപ്പൊ നടക്കുന്നത്. ഈ സിനിമ എത്രാമത്തെ സിനിമ? ഇത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 5ാമത്തെ പടം. പിന്നെ കുറച്ച് സബ്ബായിട്ട് ഇങ്ങനെ സപ്പോർട്ടിങ് പ്രൊഡ്യൂസറായിട്ട് കുറേ എണ്ണത്തിൽ ചെയ്ത് 25, 50 ഒക്കെ ആയിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ദ്രൻ സേട്ടനൊക്കെ പടത്തിൽ എങ്ങനെ നന്നായിട്ട്? ഇന്ദ്രൻ സേട്ടൻ നമ്മൾ പഴയ ഒരു സ്വഭാവമില്ലേ, ഇവന് കൊടക്കമ്പി എന്നൊക്കെ പറഞ്ഞ മാതിരി കളിക്കണേ? അതൊന്നുമല്ല, ഇപ്പൊ കുറെ ക്യാരക്ടറൊക്കെ ഒരുപാട് മാറ്റം വന്നു. നമ്മളിപ്പോൾ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളിൽ പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളിൽ ഒരാളായിട്ട് അദ്ദേഹം എന്നേ മാറിയിട്ടുണ്ട്. അഭിനയിക്കാതെ തോന്നില്ലേ? ഒരു മൈന്യൂട്ട് സീനും അല്ലെങ്കിൽ നമുക്ക് അഭിനയിക്കുന്നവരെ വേണ്ടല്ലോ സിനിമയിൽ. അഭിനയിക്കാതെ തോന്നില്ല. ജീവിക്കുന്നവരെയാണല്ലോ കൂടുതൽ. ജീവിക്കുന്നവരാണല്ലോ നമ്മൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ശങ്കരാടി, മാമുക്കോയ, അതേപോലെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത്. അതെ, അല്ല, ഞാൻ വെറുതെ ഇരുത്തിപ്പോഴത്തല്ല. ഞാൻ ഇരുത്തിപ്പോഴത്തല്ലോ. എൻ്റെ ആദ്യത്തെ സിനിമയിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ച ആളാണ് സമീറിൽ. അപ്പോൾ അതുകൊണ്ട് അഭിനയിക്കുന്നവരല്ല അവരൊന്നും, അവരൊക്കെ ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ആ കൂട്ടത്തിലാണ് ജാഫറിക്ക് ഇന്ദ്രൻ സേട്ടനൊക്കെ വരുന്നത്.
ഇന്ദ്രൻസ് ചേട്ടൻ അങ്ങനെ ഞാൻ ആ ഒരുപെട്ടെന്ന് തന്നെ പടം നിങ്ങൾ ചെയ്തില്ല പടം അതിൽ ഞാൻ കുറച്ച് സീൻ ചെയ്തിരുന്നു. അന്ന് ഇന്ദ്രൻസ് ചേട്ടൻ്റെ കയ്യിലുണ്ട്. ഇന്ദ്രൻസ് ചേട്ടനൊന്നും ഒരു സീനൊന്നും അഭിനയിക്കാന്ന് തോന്നൂല, അത്ര ഭംഗിയിൽ അങ്ങനെ പറഞ്ഞ സാധനം കൈയും കാലും ഒന്നും അനങ്ങാതെ. പണ്ട് ശിവാജി ഗണേശനൊക്കെ നമ്മൾ കാണുമ്പോല്ലേ മൊത്തം സ്ക്രീനിൽ ആടി ഒലിഞ്ഞിട്ട് ഇത് അതൊന്നും ഇല്ലല്ലോ. അത് നാടകത്തിന്റെ ഒരു ആ സിനിമന്റെ ഒരു കാലഘട്ടം അങ്ങനെ അല്ല. അത് എന്താണെന്നറിയോ, നാടകത്തിൽ നിന്നും വരുന്ന അന്നത്തെ വിചാരം അപ്പുറത്തെ അറ്റത്തുള്ള പ്രേക്ഷകനടക്കം അത് കാണണം, അവൻ്റെ ഭാവങ്ങൾ. അതിന് കുറച്ച് ഇളകി ആടിയാലേ നടക്കൂ. ഇത് ക്യാമറ തൊട്ടടുത്ത് വെക്കുന്നതിൻ്റെ വേർതിരിവ് അവർക്ക് തിരിച്ചറിവുള്ളവർ അതിനനുസരിച്ച് മാറുന്നുണ്ട്. എന്നാലും യാത്രാമൊഴി എന്ന് പറഞ്ഞ സിനിമ ഒക്കെ ഇല്ലേ, ലാസ്റ്റ് മോഹൻലാലായിട്ടുള്ള സിനിമ, മോഹൻലാൽ അനങ്ങാതി ശിവാജി ഗണേശൻ ആടി പാടിയിട്ട് എന്നാലും ബോറടിക്കില്ലല്ലോ ഇപ്പോൾ ആ സിനിമ. സീൻ കാണുമ്പോൾ എന്ത് ഭംഗിയാ കാണാൻ. അങ്ങനത്തെ സിനിമകൾ ഇന്ദ്രൻസേട്ടന്റെ ഏറ്റവും വലിയ, നമുക്ക് ഈ സിനിമയിൽ ഇന്ദ്രൻസേട്ടെ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം. കാരണം 2 തിരക്കുള്ള നടന്മാർ, അത് ഈ ഡയറക്ടറിന്റെയും ആ പ്രൊഡ്യൂസറിന്റെ ഒരു കഴിവായിട്ട് തന്നെ, കഴിവല്ല ഭാഗ്യം. എത്ര ദിവസമാണ് അവർ നമുക്ക് ചെലവഴിച്ചത്. നമ്മൾ നേരത്തെ ഇന്റർവ്യൂ ജാബർ അന്ന് വൈകുന്നേരം വരെ അഭിനയിക്കുന്നു, പുലർച്ചെ പാലക്കാട് വീട് സിനിമയിലെ വരും അല്ലേ അശോക? ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാലോ. അത് പുള്ളിനെ ഇവർ രണ്ടുപേരും കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഡയറക്ടർക്ക് ഓപ്ഷൻ കൊടുത്ത് ഡയറക്ടർ എനിക്ക് ഓപ്ഷൻ തന്നു, ഇവർ 2 ആളാകുവാണെങ്കിൽ നന്നായിരുന്നു, നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റ് ഇത് ഓക്കെ ആണോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന് വേണ്ടിയിട്ടൊരു പോക്കായിരുന്നു. പിന്നെ 2 പേരിനായിട്ട് ആദ്യത്തെ പടമല്ല എൻ്റെ, ഇതിനു മുമ്പും ഒരുപാട് പടത്തിൽ ഇവരെ കൂടെ ചെറുതാണെങ്കിലും ഒരുപാട് വേഷങ്ങൾ ചെയ്തു. നല്ല സൗഹൃദം ഉണ്ട് നിങ്ങൾ ഇന്ദ്രസേട്ടൻ അതിന് മുമ്പ് ദുബായ്ക്കാരൻ, ഹലോ ദുബായ്ക്കാരൻ എന്നാണ് പടം, അതിനകത്തുണ്ട്. പിന്നെ എൻ്റെ സുഹൃത്ത് എന്നെ അണ്ണാർക്കാണൻ തന്നെ അല്ലായത് പടങ്ങളൊക്കെ ഉണ്ട്. ആ ബന്ധമുണ്ട്, നല്ല എന്താണ് നല്ല സുഹൃത്ത് ബന്ധമാണ്. അപ്പോൾ എനിക്ക് റഷീദ് ഖാൻ പറഞ്ഞു നോക്കുമ്പോൾ, ഡയറക്ടർ പറഞ്ഞു നോക്കുമ്പോൾ ഇവരിലേക്ക് എത്താൻ എനിക്കധികം ദൂരമില്ല. അപ്പോൾ അവരോട് 2 പേരോടും സംസാരിച്ചു. അപ്പോൾ ഒക്കെ ഡേറ്റ് കിട്ടി. ഇന്ദ്രസേട്ടൻ വേറെ ഒരു ഡേറ്റിൻ്റെ ഒരു പ്രശ്നം, അപ്പോൾ കുറച്ചിരുന്ന് നീണ്ട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. 1 മാസം കൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത്. എത്ര മാസം എടുത്തിട്ടുണ്ടാവും? 1 മാസം. സ്ക്രിപ്റ്റൊക്കെ പുള്ളിയുടെ കയ്യിൽ റെഡിയായിരുന്നു. കുറച്ച് മിനുക്ക് പണികൾ എല്ലാവരും കൂട്ടിയിട്ട് ഇരുന്നിട്ട് സിനിമ മുള്ളൊന്നും കൂടി ഇതാക്കാണ്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു. അത് പുള്ളിയുടെ ഭാഗം പുള്ളിയത്. ബാക്കി കംപ്ലീറ്റ് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിറാജ് മുൻപി എന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്താണ്, പിന്നെ രജീഷ് പത്തംകുളം എന്ന് പറഞ്ഞിട്ട് അവർ 2 പേരും ഞാനും, ഞങ്ങൾ 3 പേരും കൂടിയാണ് കംപ്ലീറ്റിൻ്റെ പിന്നണിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ഡയറക്ഷൻ്റെ സൈഡിൽ മാത്രം പുള്ളിക്ക് അറ്റൻഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാ ടെക്നീഷ്യൻസും എല്ലാ ആർട്ടിസ്റ്റും എല്ലാ സംഭവങ്ങളും കഥ, തിരക്കഥ, സംഭാഷണം, ഗാനങ്ങൾ, സംവിധാനം. അതാ പറഞ്ഞേ, പോസ്റ്റ് ഒട്ടിക്കാൻ മൈദ കലക്കിയാതെ ഞങ്ങൾ സമ്മതിച്ചില്ല. അല്ല, ആ പാട്ട് ഡയലോഗില്ലേ, ഈ പോസ്റ്റർ അടിക്കാൻ വേണ്ടി മൈദ കലക്കാൻ വരാം, അത് പുള്ളി വരാൻ പറഞ്ഞാൽ അത് വേണ്ടറിഞ്ഞ് ബാക്കിയൊക്കെ പോയിട്ടില്ല. അല്ല, ഞാൻ വേറെ ഒന്നുമില്ല, ഞാൻ അടിസ്ഥാനപരമായിട്ട് എഴുത്തിൻ്റെ മേഖല ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് പാട്ട് എഴുതാൻ എൻ്റെ സിനിമ മാത്രമേ അവസരം കിട്ടാറുള്ളൂ അധികം. കുറച്ചൊക്കെ ഇപ്പം നാദിർഷൊക്കെ തന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ എനിക്ക് അവസരം കിട്ടിയെങ്കിലും വല്ലാണ്ട് വൈഡായിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്ത 3 സിനിമയിൽ ഞാൻ തന്നെ പാട്ട് എഴുതാൻ ശ്രമിച്ചു. ഞാൻ തന്നെ കഥയും തിരക്കഥയൊക്കെ. പുള്ളി എന്നെ പരിചയപ്പെടുത്തുന്ന നാഷക്കാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. നാഷക്ക എൻ്റെ പടത്തിൽ നാഷാണ്, എടാ ഇങ്ങനെ ഒരു ആളുണ്ട്, ഞാൻ നമ്പർ തരാം, അത്ര ഒരുപാട് ആ പടത്തിലേക്കുള്ള എല്ലാവിധ സംഭവം എനിക്ക് ഹലോ ദുബായ്ക്കാരൻ എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്ത് അതിലും ഇപ്പൊ ഉണ്ട്, മമ്മൂക്ക. പുള്ളിയുടെ ആ പടത്തില് ഒരു പാട്ടുണ്ട് ഈ ഹലോ ദുബായ്ക്കാരിൽ. അപ്പൊ ആ പാട്ട് പുള്ളിയാണ് എഴുതിയത്. അതിനുവേണ്ടി അറബി നാട്ടില് പൊന്നു വിളയണെന്ന് പറഞ്ഞിട്ട് ശരിക്കും അത് മറ്റേ പുള്ളി തന്നെ പാടിയത്, നമ്മളെ വിദ്യാധരൻ മാഷൻ അത് പാടിയതാ പാട്ട്. ഈ പാട്ട് നല്ല സാധനം. അങ്ങനെ അവിടുന്ന് കണ്ടുള്ള ഒരു ഇതായിരുന്നു. പിന്നെ പുള്ളിയുടെ ഷമീർ അവിടെ ദുബായിൽ ഷൂട്ട് ചെയ്ത് വെക്കുമ്പോൾ അവിടുത്തെ ഒരു കുറച്ച് ടീമുകളെല്ലാം കൂട്ടിയാണ് ചെയ്തത്. അപ്പോൾ എന്നെയും കൂടി അതിൽ കിട്ടുമ്പോൾ ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊരു വേഷം ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടൊരു വേഷം ചെയ്തത്. നല്ല നല്ല സംഭവമായിരുന്നു. സിനിമ ഇപ്പോൾ അല്ലെങ്കിലും ഒരു വൈഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ലേ, കുറേ ആർട്ടിസ്റ്റുകൾ വലിയ ടീമായി. പിന്നെ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുമ്പോൾ ഒന്നല്ലല്ലോ ഇപ്പോൾ, പണ്ട് അങ്ങനെ അല്ലല്ലോ. ഇത് കുറേ വൈഡായിട്ട് ജാഫർ ഖാൻ ഒക്കെ വേറൊരു സാധനം. അല്ല, ഇതിൽ കച്ചവടം ആണ് മെയിനായിട്ട് ഉള്ള എല്ലാവരും. അതായത് കല പ്രോത്സാഹിപ്പിക്കുക, കല ഇതാക്കിയിട്ട് ഇത് ചെയ്യാന്നുള്ളതല്ല. ഇതിൽ മറ്റുള്ള വലിയ നടന്മാർക്കുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ട് ഷൂട്ട് ആരംഭിക്കുന്നതിന് മുമ്പേ ഓരോ പോർഷൻ വിറ്റ് കാശ് പൈസക്കാം. ഒരു ഷൂട്ട് തുടങ്ങണ്ട, ഒന്ന് അനൗൺസ് ചെയ്താൽ തന്നെ അവിടുന്ന് കാശാണ്. തിയേറ്ററിൽ നിന്ന് കാശ്, അതുപോലെ തന്നെ ഓവർസീസ് കാശ്, യൂട്യൂബ്, OTT, അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ കാശ് വരും. അനൗൺസ് ചെയ്താൽ മതി. മറ്റുള്ള ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന പടം എന്ന് പറഞ്ഞാൽ നല്ല സ്ക്രിപ്റ്റ്, നല്ല പടം നന്നായിട്ട് വന്നിട്ട് തിയേറ്ററിൽ ഓടി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ള റേറ്റ്സുകളൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പോയാൽ മൊത്തം പോയി, കിട്ടിയാൽ
നല്ലതും കിട്ടും, നല്ലതെന്ന് പറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ 4 പോയി 4 പോയി, ഇത് 5 കിട്ടൂ, 6 തുടങ്ങില്ലേ, 5 കിട്ടും പറയാൻ പറ്റില്ല. അത് കിട്ടിക്കോളൂ. 5 കിട്ടിയാലേ കിട്ടിയെന്ന് പറയാം. ഞാനിപ്പോൾ ഇപ്പോഴും പറഞ്ഞ് ഈ സിനിമ എല്ലാവരും പോയിട്ട് കാണണം എന്ന് പറയുന്നുണ്ടെങ്കിലും പറയാം, നിങ്ങൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് അതിന്റെ റിവ്യൂ വന്നതിന് ശേഷം പോയി കണ്ടാൽ മതി. നല്ലതാണെന്ന് അറിഞ്ഞാൽ മാത്രം ശരിക്കുള്ള കണ്ടിട്ടുള്ള റിവ്യൂ, പടം കാണാൻ റിവ്യൂ പറഞ്ഞിട്ടുള്ള ഇതുണ്ടല്ലോ, അതല്ല, ശരിക്ക് പോയിട്ട് അത്രയും വിശ്വാസമുണ്ട് ഈ പടത്തിൽ. അതുകൊണ്ട് പറഞ്ഞ് നിങ്ങൾ അറിവ് അവിടുന്ന് ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് അതിന്റെ റെസ്പോൺസ് വന്നതിന് ശേഷം പോയി കണ്ടാൽ മതി. ഓർഗാനിക്കായി തന്നെ വന്നാൽ മതി, കണ്ടിട്ട് വന്നാൽ. അതിന് വലിയ പരസ്യമില്ലല്ലോ, ഏറ്റവും വലിയ പരസ്യം അത്രയും വലിയ അത് കണ്ടിട്ട് പറയണം. കാണാണ്ടുള്ള റിവ്യൂ ഉണ്ടല്ലോ, ഈ പടത്തിന്റെ ട്രെയിലറിന്റെ എൻഡിൽ തന്നെ പറയുന്നുണ്ട്, ട്രെയിലറോ ടീസറോ മറ്റുള്ള ഇതോ കണ്ടിട്ട് പറയില്ല, പടം കണ്ടിട്ട് അഭിപ്രായം പറയുന്നു പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പടം കണ്ടിട്ട് അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. നമ്മൾ ഭയങ്കര സംഭവം എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മളെ ഉപദ്രവിക്കാത്തൊരു പടം, പാവം പടം, നമുക്ക് കണ്ടിരിക്കാം, ചിരിക്കാം, കുറച്ച് ചിന്തിക്കാം, ഇതിലേ നഷ്ടപ്പെടില്ല. സോറി, പടം ഇനിയിപ്പോൾ ഇന്ദ്രസേട്ട പാവാണ്, ജാഫർക്ക പാവാണ്, ഡയറക്ടർ പാവാണ്, പ്രൊഡ്യൂസർ പാവാണെന്ന് ആള് കയറുന്നില്ല. എന്തിലായാലുണ്ട് കണ്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കയറുള്ളൂ. നമ്മള് ഈ അഷപ്പില്ല, ഞാൻ അനുഭവിച്ചുള്ളതാണിത്. ഞാൻ എൻ്റെ സുഹൃത്ത് വലയങ്ങൾക്കായിരുന്നു ഇത്രയും കാലങ്ങളോളം ഇതിന് അവസരങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ്. അതിലൊന്നും കാര്യമില്ല. ഞാൻ തന്നെ കുറെ അഭിനയിച്ച് ഞാൻ തന്നെ നായകൻ ഞാൻ തന്നെ കാണേണ്ടി വന്ന ആളാണ് ഞാൻ. അപ്പം അതിലൊന്നും കാര്യമില്ല. ഈ പടം കാണണമെങ്കിൽ പടത്തിൽ കളിക്കുന്ന ആള് ഇതിനകത്ത് കളിക്കണം. വല്ലവനും കളിച്ചു. ഈ എനിക്ക് അശോകിനെ പരിചയപ്പെടുന്നത് ജാഫ്രിഡിക്ക് മുഖേനാണ്. ഞങ്ങൾ ജാഫ്രിഡിക്കായിട്ട് വർഷങ്ങൾ ചെറുപ്പകാലത്തുള്ള ബന്ധമാണ്. ഇദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ദുബായിൽ പോയ പുള്ളിയുടെ ഫ്ലാറ്റാണ് ഞാൻ താമസിക്കുന്നത്. വേറെ ഒരു ഹോട്ടലിൽ പോലും വിടില്ല, അവിടെ താമസിപ്പിക്കുകയൊക്കെ. പക്ഷേ പുള്ളിയുടെ ഇപ്പോൾ ഈ പറഞ്ഞ അവസ്ഥയുണ്ടല്ലോ, 4 പടം പല സിനിമ എല്ലാ സുഹൃത്തുക്കളും എനിക്കിട്ട് ഒത്തിരി പണിയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം എടുത്ത സിനിമകൾ സാറ്റലൈറ്റ് പോയില്ല. ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ, ഒരാൾ എനിക്ക് പണി എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവരും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആയിപ്പോന്നാണ് സംഭവിച്ചു പോയത്. ബിസിനസ്സാണുള്ളത്. പക്ഷെ ഇദ്ദേഹം എടുത്തു വെച്ച സിനിമകൾ കുറേ ഓടുന്നു, കുറവോടായിരിക്കുമ്പോഴും ഇദ്ദേഹത്തിന് നിസ്സാര വിലക്കൊക്കെ ആ സിനിമ പറഞ്ഞു കളി വിലയ്ക്ക്. പുള്ളി പറഞ്ഞൊരു മറുപടി അത് എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ള. പുള്ളി പറഞ്ഞു, അത് എൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ, അങ്ങനെയാൻ തന്നെ ഞാൻ ഇട്ടിട്ട് കണ്ടോളാം, ഞാൻ ഇട്ടിട്ട് വീണ്ടും കണ്ടോളാം. അത് ഞാൻ അങ്ങനെ വെറുതെ കൊടുക്കാൻ എടുത്ത സിനിമയില്ല. അതാണ് ഒരു പ്രൊഡ്യൂസർ കാണിക്കേണ്ട ആർജവം ഞാൻ മനസ്സിലാക്കുന്നത്. ചില ആൾക്കാർ ഞാൻ തകർന്നു, എന്നാൽ 10 ലക്ഷം എന്നാ പിടിച്ചോ, അങ്ങനെ കൊടുക്കാൻ തയ്യാറാത്ത ഏക പ്രൊഡ്യൂസർ. ഞാൻ ഇത്രയും വർഷമായിട്ട് സിനിമയിൽ ഒത്തിരി പ്രൊഡ്യൂസർമാരെ കണ്ടിട്ടുണ്ട്, ഒത്തിരി ആർട്ടിസ്റ്റിനെ കണ്ടു. പക്ഷേ ആ ഒരു ആർജവം കാണിച്ച വർഷത്തെ വലിയ ബിഗ് സല്യൂട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ, എന്തിനു വെറുതെ കൊടുക്കണം നമ്മൾ. അതല്ല ഇത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഒരു പടം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും പുതിയ ആൾക്കാർ ആദ്യമായിട്ട് പടം എടുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് അവർ വിചാരിക്കുന്ന അവരിത് ഭയങ്കര സംഭവമാണെന്ന്. ഇപ്പം നമ്മൾ തന്നെ ഒരു പടം എടുത്തിട്ട് നമ്മൾ തന്നെ കാണുമ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടൊക്കെ ഒരു അവൻ നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഇതൊന്നും മറ്റു ജനങ്ങൾക്ക് വേണ്ട. ജനങ്ങൾക്ക് എന്തെങ്കിലും എല്ലാവരും കൂടി രസിക്കുന്ന സാധനമുണ്ട്. എൻ്റെ വീട്ടിലുള്ളവർ ഞാൻ കാണിക്കുമ്പോൾ ചിലപ്പോൾ തമാശ കാണിച്ചു കഴിഞ്ഞാൽ ചിരിച്ചെന്ന് വരും. പക്ഷേ ജനങ്ങൾ ചിരിക്കണമെന്ന് വെച്ചെങ്കിൽ അവർക്ക് കൂടി ചിരിക്കാനുള്ളത് വേണം. അല്ല എന്നെ കണ്ടിട്ടാണ് എൻ്റെ വീട്ടിൽ അവൻ തമാശ പറഞ്ഞു പറഞ്ഞിട്ട് ചിരിക്കും, അതിൽ കാര്യമില്ല. എല്ലാവരും ജനങ്ങൾ ചിരിക്കണ്ടേ. അതായത് എൻ്റെ ഒരു നാട്ടിനോ എൻ്റെ സുഹൃത്ത് വലയത്തിനോ എടുക്കുന്ന പടമല്ലല്ലോ ഇതിപ്പോ. ഗോകുലല്ല, സുജിത്ത് ഡ്രീം പിക്ക്. ഗോകുലൊക്കെ നമ്മുടെ അടുത്തതാണ്, ഗോകുലത്തിന്റെ തന്നെയാണ്. അവർ തന്നെയാണ് ഡ്രീം പിക്ക് ഡ്രീം പിക്ക് അവരെടുത്തിട്ടുള്ളത്. അവർ വന്ന് കണ്ട് അവർക്ക് ഇഷ്ടമായി പടം. അതുകൊണ്ട് അവർ ഇതെല്ലാം ഇതിനകത്ത് അഭിനയിച്ചവരാണെങ്കിലും ഡയറക്ഷൻ സൈഡാണെങ്കിലും പരസ്യം ഞാൻ പടത്തിനെക്കാട്ടും ഡബിൾ പൈസ ചിലവാക്കിയിട്ട് പരസ്യം ചെയ്തത്. വേൾഡിൽ മൊത്തം ഒറ്റ ടൈമിൽ ഇറക്കുന്ന കംപ്ലീറ്റ് തിയേറ്റർ എനിക്ക് 200 സംതിങ് തിയേറ്റർ തരാൻ ഞാൻ വേണ്ടെന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് തിയേറ്റർ മതി, ഒരു 75 തിയേറ്റർ. 60 ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. 60 ചാർട്ട് ചെയ്ത് നോക്കുമ്പോൾ ചില ഭാഗത്തേക്കൊന്നും എത്തുന്നില്ല. അപ്പോൾ ഒരു 15 കൂടി ആഡ് ചെയ്തിട്ട് ഒരു 75 തിയേറ്ററേ ഇറക്കുന്നുള്ളൂ. നിങ്ങൾക്കൊന്നും പറയാനില്ല, നാട്ടുകാരല്ലേ നിങ്ങൾ? എന്റെ മലയാളത്തില് ഫസ്റ്റ് കുട്ടന്റെ ശിനിഗാമിയാണ് ഫസ്റ്റ് മൂവി. തമിഴിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു, 1982 അൻപരസിൻ കാതൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. 1 ഇയർ ഒക്കെ കഴിഞ്ഞു റിലീസായിട്ട്. ഇക്കയുടെ മകളായിട്ടാ ചെയ്ത രമ്യ എന്നുള്ളൊരു ക്യാരക്ടറാണ്. ഒരു കുരുത്തുണ്ടാവും ജാഫറിനെ വളരെ അഭിനയിച്ചോണ്ടല്ലേ. ഇതൊരു ജാഫർ ശരിക്കും മുസ്ലിയാരാവേണ്ട ആളായിരുന്നു. ജാഫർ വീട്ടിൽ കറുപ്പിച്ചിട്ടൊന്നും പോകാൻ കഴിയില്ല മുടിയൊന്നും. അങ്ങക്ക് അറിയില്ലേ?
മുടി ഒന്ന് ഒറിജിനൽ കറുപ്പിച്ചിട്ട് വെള്ളം ഒന്ന് കറുപ്പിച്ചിട്ട് വീട്ടിൽ പോകാൻ കഴിയില്ല. അപ്പോൾ അതിലെല്ലാ സിനിമക്കും അന്നേരം കളറടിക്കുന്ന അത് ഒഴിവാക്കാന്നല്ലാതെ ജാഫർക്ക് വീട്ടിൽ കറുപ്പിച്ച് പോയാൽ വീട്ടിൽ കയറ്റില്ല അവനെ, വീട്ടിൽ നിന്ന് പുറത്താക്കും. ഒരു മുസ്ലിം കുടുംബക്കായി ഓർത്തഡോക്സ് മുസ്ലിംസാണ്. നോമ്പൊക്കെ കൃത്യമായിട്ട് പിടിക്കും. നോമ്പിൻ്റെ സമയത്തൊക്കെ എല്ലാം ഉണ്ടാവില്ല. നോമ്പിനകത്ത് സ്ഥിരമായിട്ട് ഇങ്ങനെ ദിക്റിലിട്ടൊക്കെ ഭയങ്കര ഓത്തും ഇതൊക്കെയാണ്. നോമ്പ് കൃത്യമായിട്ട് പിടിക്കും. ഞാൻ നിസ്കരിക്കട്ടെ എന്ന് വെച്ചു കഴിഞ്ഞ നോമ്പിന് ആ പടത്തിൻ്റെ ഒരുമ്പെട്ട് തന്നെ പടത്തിന് പോയിട്ട് എന്നോട് പറഞ്ഞു ഒന്നുകിലും നിസ്കാരം അല്ലെങ്കിൽ സിനിമ രണ്ടിലൊന്നും നടക്കുള്ളൂ. ഞാനൊരു ഒരു പഴയ ഒരു വീടുണ്ട്, അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടുന്ന് പേപ്പറൊക്കെ വെച്ച് സ്കരിച്ചാൽ നോമ്പ് പിടിച്ചാൽ പിന്നെ സ്കരിക്കാക്കാൻ കഴിയുമോ? അപ്പൊ അങ്ങനെയുള്ളൊരു ജാഫറിന്റെ മോളാകുമ്പോ ചിലപ്പോ ഒരു ഇതോടുകൂടി കഴിച്ചിലാവും, രക്ഷപ്പെടുന്നു. ശരി, നമ്മള് കഴിച്ചില്ലാന്ന് പറയുമ്പോ വേറെ അല്ല കഴിച്ചില്ലാവും. മലബാറിയൊക്കെ മനസ്സിലാവട്ടെ പറഞ്ഞ് ഞങ്ങള് ഞെട്ടിപ്പോയി. ഞാൻ ഞെട്ടി എന്തായി പറയണെന്ന്. അങ്ങനെ കുറെ എന്തൊക്കെ കഴിച്ചില്ലാവെന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ്. ഗൾഫിൽ ശരിക്കും ഗൾഫിൽ പോയിരുന്ന എല്ലാ ഭാഷയും രക്ഷപ്പെടുന്നുള്ളതിന്റെ നിങ്ങൾ കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഓരോന്നോരോ നിങ്ങൾ ബാക്കി പറയും, നിങ്ങൾ മുഴുവനും പറയും. നിങ്ങൾ കഴിച്ചില്ലാവുന്നു, നിങ്ങൾ ബാക്കി പറയും. നല്ല ആഗ്രഹമുണ്ട് ഈ ഒരു മൂവിയിലൂടെ. എല്ലാവരുടെ സപ്പോർട്ടോടു കൂടെ ഈ ഒരു മൂവിയിലൂടെ രക്ഷപ്പെടണം. പിന്നെ അതെ എന്നാണ് ആഗ്രഹം. നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരുപാട് നന്ദി ഇതിന്റെ പ്രൊഡ്യൂസർ ഡയറക്ടർക്ക് രണ്ടുപേർക്കും, പിന്നെ രജീഷ് ഏട്ടൻ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അഷ്റഫ് പിലാക്കൽ സാറ് ശരിക്കും ഒരു പാവം തന്നെയാണ്. അതെ, പ്രൊഡ്യൂസർ മാത്രമല്ല ഇതില് പൈസ അതെ നല്ല എന്താ പറയാ, ഒരു പ്രൊഡ്യൂസർ എന്നുള്ള ഒരു ജാടയൊന്നും അഹങ്കാരമൊന്നുമില്ല. എല്ലാവരും കോമൺ ആയിട്ടുള്ള, എല്ലാവരോടും കോമൺ ആയിട്ടാണ് പെരുമാറ്റവും എല്ലാം. അപ്പം നല്ലൊരു സപ്പോർട്ടീവ് തന്നെയായിരുന്നു. അതേപോലെ തന്നെ പിന്നാലെ വന്നപ്പോ നിങ്ങൾക്ക് ശരിക്കും ഒരു ഫീൽ ചെയ്തിനോ? അല്ല ക്യാരക്ടറല്ലോ ചെയ്യുമ്പോ നിങ്ങൾക്ക് ശരിക്കും അങ്ങനെ പിന്നാലെ വരുന്ന ഒരു അടിപൊളിയായിട്ട് അഭിനയിച്ചോളൂ. ശരിക്കും ഇല്ല ജീവിച്ചതാണ്. നിങ്ങൾ കാര്യമായിട്ട് നിങ്ങൾ നല്ല നോക്കി, നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് തോന്നിയോ? ശരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു ഇയാള് പിന്നാലെ വന്നപ്പോഴൊക്കെ ഒരു ഞാൻ പിന്നാലെ വന്നപ്പോ അത്ര ഫീല് വന്നു, പ്രണയം തോന്നാന്നൊക്കെ പറഞ്ഞില്ലേ? ഞങ്ങൾക്ക് കുറച്ച് സീൻസേ ഉള്ളൂ. ഞാൻ വല്ലാണ്ട് കുറച്ച് സീൻ എന്ന് പറഞ്ഞ എന്നാലും നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് തോന്നിയിട്ട് ഒരു പ്രശ്നം പോലെ കുറച്ച് സീനുണ്ടായിരുന്നു. പിന്നാലെ സങ്കടമായി കുറച്ചായിരുന്നു. എനിക്ക് കുഴപ്പമില്ല, സങ്കടമായോ? കുറച്ച് സീൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഫീൽ അല്ല. അങ്ങനത്തെ ഫിലിമിൽ അങ്ങനെയായിരുന്നു വെച്ചാല് കുറെ ഇടത്തിൽ ഇങ്ങനെ പുറകെ ഞാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും, പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള സീന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കോമ്പിനേഷൻ സീൻ വളരെ കുറച്ചേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ശരിക്കും നല്ലവനാണോ വൃത്തിയായിട്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അല്ലല്ല, എൻ്റെ രണ്ടാമത്തെ പടമാണ്. നേരത്തെ ആദ്യം ഞാൻ ഇന്ദ്രൻസേട്ടൻ്റെ കൂടെ തന്നെയായിരുന്നു ചെയ്തത്. അത് ഗില ഐലൻഡ് എന്ന് പറഞ്ഞൊരു പടമായിരുന്നു. കുറച്ച് മുമ്പാണ്, 2 വർഷം മുമ്പ് ഇറങ്ങിയൊരു പടമായിരുന്നു. അപ്പോൾ ഇന്ദ്രൻസേട്ടൻ്റെ കൂടെ ഞാൻ രണ്ടാമത്തെ പടമാണ്. പക്ഷേ ജാഫർക്ക ആദ്യമായിട്ടാണ്. അതെ അതെ, എന്നെ ഈ പടത്തിലേക്ക് വിളിച്ചതിന് എനിക്ക് നന്ദി പറയാനുള്ളതെന്ന് ജാഫർ ഖാനോടും പിന്നെ അഷ്റഫ് ഖാനോടാണ്. തീർച്ചയായിട്ടും മറന്നുപോയി. അല്ല, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് ക്രിട്ടിക്കൽ സ്റ്റേജിൽ പെട്ടെന്ന് ഒരാളെ ആവശ്യം വരികയാണ്. അങ്ങനെ ഒരു ചെറിയൊരു മാറ്റം അദ്ദേഹത്തിന്റെ യോഗം പോലെ പെട്ടെന്ന് സംഭവിച്ചു. രാവിലെ പ്ലാൻ ചെയ്യുന്നു ഒരാളെ വേണമെന്ന്, പെട്ടെന്ന് ഒരു കഥാപാത്രം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനും അഷ്റഫുക്കായും ജാഫറിക്ക് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളൊക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇതിന് പറ്റിയ അല്ല, ഓൾറെഡി ഒരു ക്യാരക്ടറിന്റെ മാറിപ്പോയതാണ്. നിങ്ങൾ കാണിച്ചു ജാഫറിക്ക് ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഇത് ഇപ്പൊ ഇന്ദ്രസേനന്റെ കൂടെ അഭിനയിച്ച ആ ഫ്ലെക്സ് വരെ കാണിച്ചു കൊടുത്തോട്ടോ, അതുവരെ കാണിച്ചു കൊടുത്തു. അപ്പൊ എല്ലാരും നിങ്ങൾക്ക് ഈ സമയത്തൊന്നും നമ്മളൊന്നും ഓർമ്മയില്ല. തന്നില്ലേ ഫോണിലൊക്കെ സംസാരിച്ചു, അപ്പൊ ഒരു ഓർമ്മയിൽ വെക്കണം. ഫോട്ടോ കാണിച്ചു തന്നില്ലേ ആഫർ? അല്ല, എന്നെ കണ്ടു കഴിഞ്ഞാൽ അത്ര ഡീസന്റ് ഒരു സുന്ദരനായ മനുഷ്യനാവരുതേ, അതുകൊണ്ടാണ്. അല്ലേ അല്ല, അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ. അത് സമാനായി സുന്ദരനാണല്ലോ അല്ലേ? നിങ്ങൾ അഖില പറയുന്നതിൽ കൊടുക്കി പടത്തിന് ജാഫർഖാന്റെ വൈഫായിട്ട്. ജാഫർ എങ്ങനെയാണ്? ജാഫർഖാന്റെ കൂടെ ഇതെന്റെ 4ാമത്തെ പടം. ഞങ്ങൾ ഇതിനു മുന്നേ നിത്യഹരിത നായകനിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ
ചതി എന്ന് പറഞ്ഞിട്ടുള്ള ശരത്ചന്ദ്രൻ വയനാടിൻ്റെ ഒരു പടത്തിൽ എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചു. അച്ഛനായിട്ട് അഭിനയിച്ചു. ത്രൂ ഔട്ട് ഒരു അച്ഛൻ മകൾ സ്റ്റോറിയായിരുന്നു. പിന്നെ ഞങ്ങൾ മന്ദാകിനി ഒരുമിച്ച് ചെയ്തു. മന്ദാകിനീൻ്റെ സെറ്റിൽ നിന്നാണ് ഇങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട്, താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സ്റ്റോറി പറഞ്ഞപ്പോൾ എനിക്കിഷ്ടമായി. പിന്നെ അതിന് ശേഷം കുറച്ച് ടൈം എടുത്തു. പിന്നെ നമ്മളപ്പോഴത്തേക്ക് ചടപടയും സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നെ ടോട്ടലി കുറച്ച് എനിക്ക് ഫാൻറ്റസി സ്റ്റോറീസ് ഒക്കെ ഇഷ്ടമുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു റിയൽ ലൈഫും അതേപോലെ തന്നെ ഒരു ഫാൻറ്റസി സ്റ്റോറിയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സ്റ്റോറി. ഭയങ്കര രസമായിരുന്നു ത്രെഡ് കേൾക്കാനും. റഷീദൊക്കെ പറഞ്ഞപ്പോഴും അത് ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. അപ്പം അങ്ങനെ കമ്മിറ്റ് ചെയ്ത പടം. ജാഫർക്ക് എങ്ങനെ, ജാഫർക്കായിട്ട് അഭിനയിക്കുമ്പോഴൊക്കെ കോമ്പിനേഷൻ സീനൊക്കെ നല്ലതാണ്, കോമ്പിനേഷൻ ഈസി ആയിട്ടൊക്കെ ചെയ്തു. ചൂടാവും, ദേഷ്യം പിടിക്കുകയോ ജാഫർക്ക്? അങ്ങനത്തെ നല്ല പ്രശ്നമൊന്നുമില്ല, സ്വഭാവം. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഭയങ്കര സപ്പോർട്ടീവ് നമുക്കെല്ലാം ഫീൽ ചെയ്തു. ചിലപ്പോ ദേഷ്യം പിടിക്കില്ല പെട്ടെന്നൊക്കെ? ഇല്ലല്ലേ, ക്യാമറ പുറത്തിറങ്ങുമ്പോൾ ദേഷ്യം പിടിക്കില്ല? ദേഷ്യമൊക്കെ വരും, പക്ഷെ അതിലിപ്പോ ജാഫറൊക്കെ ബേസിക്കലി അപ്പൊ വലിയ പ്രശ്നം. ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് സെറ്റിൽ, പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടുണ്ടായില്ല. നമ്മൾ വളരെ സമാധാനപരമായി പോയിക്കൊണ്ടിരുന്ന യുദ്ധങ്ങളില്ലായിരുന്നു, യുദ്ധങ്ങളില്ല. പിന്നെ റഷീദ് ആണെങ്കിലും വളരെ നമ്മൾ അങ്ങനെ ഫോഴ്സ്ഫുള്ളി ഒന്നുമല്ല അഭിനയിക്കുന്നത്. വളരെ നമുക്ക് ആർട്ടിസ്റ്റിന് വേണ്ട ഒരു സ്പേസ് ഒക്കെ തന്ന് നമുക്ക് അങ്ങനെ ഒരു പ്രഷർ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുടുംബം. അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ഉണക്കമീൻ ഉണ്ടാകുന്ന ഒരു കുളം ഉണ്ട് അവിടെ ഒറ്റപ്പാലത്ത്. ഉണക്കമീൻ ഉണ്ടാകുന്ന ഒരു കുളം, അത് ഒരു നവംബർ ഡിസംബർ സമയത്താണ് അത് വിളവെടുക്കുക. അത് ഈ മീനുണ്ടല്ലോ, മീൻ സ്വന്തമായിട്ട് കരക്ക് കയറി കിടന്ന് ഉണങ്ങും. ഒരു സൈഡ് ഉണങ്ങി കഴിഞ്ഞാല് ഒരു സൈഡ് മീൻ തന്നെ മറിഞ്ഞെടുക്കും. അവിടെ ഒരുപാട് ആൾക്കാര് അത് ചാടി ഇങ്ങനെ മറിഞ്ഞെടുക്കും, മറ്റേ ഭാഗം ഉണങ്ങും. 3 ദിവസം ആൾക്കാർ വന്നിട്ട് അപ്പൊ അത് ഒറ്റപ്പാലത്ത് മാത്രമുള്ള ഒരു സംഭവമാണ്. അത് ഇതിലൊരാള് വിശ്വസിച്ചു, പേര് ഞങ്ങൾ പറയില്ല, പേരൊന്നും പറഞ്ഞില്ല. സ്വയം അത് ഒരു 3 ദിവസം കഴിഞ്ഞാൽ അതിന് മറിഞ്ഞെടുക്കും മീൻ, എന്നിട്ട് അവിടെ ഇപ്പൊ പറഞ്ഞു വരുന്നത് അതെ, അതായത് പറഞ്ഞു വരുന്നത് ഈ രീതിയിലായിരുന്നു ഇതിന്റെ ഷൂട്ടിംഗ് അല്ലാത്ത സമയത്തുള്ള പ്രശ്നം. അതായത് ഭയങ്കര ഭീകരമായിട്ടുള്ള കഥകളും അവസ്ഥകളൊക്കെ ആയിട്ട് ചിലവർ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളല്ലേ പറഞ്ഞ പോലെ നിങ്ങളെ പറ്റില്ല ഇവിടെ വിശ്വസിച്ച് ഇവിടെ അച്ഛനോടൊക്കെ ഞങ്ങള് പർച്ചേസ് ചെയ്ത് അതായത് അങ്ങനെ ചോദിച്ചോ? ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ അച്ഛനോട് പർച്ചേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഒരു സ്റ്റോറി ഇട്ട് കൊടുക്കുന്നത്. വീട്ടിൽ പോയി പറഞ്ഞില്ല, സത്യം പറഞ്ഞാൽ മതി. അതെന്താ ഇവരൊക്കെ കോമഡി അവിടെ ആരോട് ഇതിങ്ങനെ ഞങ്ങൾ നേരെ ചെന്നിട്ട് അടുത്ത ആളോട് പ്രിയങ്കോട് ചെന്ന് ചോദിച്ചു. പ്രിയങ്ക ഇപ്പൊ ഞങ്ങളെ കണ്ടപ്പോ ഞങ്ങളെ വിട്ടാന്നറിയാം. ഉണ്ട് ശരിയായി അറിയില്ല, ശരിയാണ് പറഞ്ഞു. അങ്ങനെ ജാഫർ ഖാനോട് ചോദിക്കുന്നതിന് സെറ്റിൽ എല്ലാവരോടും ചെന്ന് ചോദിക്കുന്നത്. അപ്പൊ എല്ലാരും പറഞ്ഞു അടുത്ത പടത്തിനെ ബാധിക്കരുത്, പുറത്തു പക്ഷെ ഇപ്പോഴും സംശയമുണ്ട്. പേരിട്ട് ചന്ദനാന്നോ പേരും പെരിഞ്ഞ് അത് എന്ന് ആയിപ്പോയി അറിയാതെ. നല്ല പേരല്ലേ? പക്ഷെ ഇതിന് വേറെ വേഗം മനസ്സിലാവും. ഞാനൊക്കെ നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞ നിസാർ മനസ്സിലല്ലോ, മാമുഖന്റെ മുന്നിൽ വേഗം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. രണ്ടാമത്തെ പ്രാവശ്യം ഓർമ്മക്കണ്ടല്ലോ. അല്ല അങ്ങനെയല്ല, ഒരു അഡ്രസ് ഇപ്പൊ ഭീമന്റെ എന്നൊക്കെ പറയും പോലെ എന്തൊക്കെ പേരുണ്ട്, അങ്ങനെ അതൊന്നും ഞാനോ ഉള്ളു. അപ്പൊ നിങ്ങൾ വിശ്വസിച്ചില്ലേ? നിങ്ങളിത് മാത്രമേ വീട്ടിലും പോയി പറഞ്ഞു, വീട്ടിൽ പോയിട്ട് അമ്മ വിശ്വസിച്ചില്ല. ഇവര് ട്രെയിനിലപ്പോ ട്രെയിനിൽ വരുന്ന വഴിയിൽ സ്റ്റേഷൻ മാസ്റ്ററിനോട് ചോദിച്ചു, വണ്ടിയിലിരുന്ന് കഥ ഇങ്ങനെ ഉണ്ടോ, ശരിക്കുള്ള കുളം ഉണ്ടോ എന്നൊക്കെ. അത്രയും സംശയം തീർന്നു. ഇത് ഉണക്കമീൻ ഉണങ്ങുന്ന കാണാൻ പല സ്ഥലത്തുനിന്നും ആൾക്കാർ വരും കാണാൻ. ചെറിയ ഏരിയ കിട്ടി.
ആ ഉണക്കമീനാണ് നമ്മുടെ കഞ്ഞിയുടെ കൂടെ വെച്ചിരുന്നത്. ഇപ്പൊ അവിടെ ഉള്ളത് ആ ഉണക്കമീനാണ് അശ്വേ, ആ ഉണക്കമീനാണ് നമ്മുടെ കഞ്ഞിയുടെ കൂടെ വെച്ചിരുന്നത്. അല്ല അതൊന്നും കേട്ടോ, അത് പ്രശ്നമില്ല. ഉണക്കമീൻ അത് പ്രശ്നമാക്കണ്ട. അതുകൊണ്ടാണ് അത് വറക്കുമ്പോഴല്ലേ, തിന്നുമ്പോ നല്ല രസം. വറക്കുമ്പോഴെല്ലാവർക്കും ഒരു കൂടുതൽ വെറുപ്പില്ല. ഇതിന്റെ പേര് അങ്ങനെ വിടണ്ട. അതെ അതെ. ഇതിന്റെ ഒരു കഥ അതായിരിക്കും. ഇതുപോലത്തെ ഒരുപാട് കഥകളാണ്. നിങ്ങൾ ഇതിന്റെ പേരൊക്കെ അടിച്ചു കഴിഞ്ഞു പുള്ളി ലാസ്റ്റ് പേരൊക്കെ കാണിക്കൂല ആർട്ടിസ്റ്റുകളെ. അത് പേര് അടിച്ചു പോയി, ശരിക്കുള്ള പേര് അടിച്ചു, ഇനി മാറ്റാൻ പറ്റില്ല. കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്തു കൊടുക്കും. ഞാൻ അടുത്തേല് നോക്കാം. ക്യാപ്ഷൻ അല്ല ഉണക്കമീൻ ചന്ത. അല്ല ഇതൊരു ഒരു കഥ. അപ്പൊ ഇത് എന്നാന്ന് വെച്ചാൽ മഞ്ജു ഇതിന്റെ സമയം കാണിക്കാന്ന് വെച്ചാൽ ഇനി കുറെ ഇന്റർവ്യൂ ഉണ്ടല്ലോ. ഈ നിസർക്ക് ആവശ്യപ്പെട്ട ഒരു പാട്ട് വേണമല്ലോ നമ്മുടെ. അത് രസിക്ക പാടി ഒരു പാട്ട് പാടി പിതാക്കളും പാട്ട് പാടുന്ന ആളാണ്. അതെ അതെ, ഞാൻ ഒരു നല്ല ഒരെയുള്ള ശബ്ദമുള്ള മോശം ശബ്ദമുള്ള പാടിയത്. നല്ല ശബ്ദമുള്ള ആ പാട്ട് പാടിയത് ശരിയാവില്ല. സമീറിലെ പാട്ട്. നിങ്ങൾ എഴുതിയ പാട്ട് അതിന്റെ ഒരു വരി ഞാൻ പാട്ടുകാരനൊന്നല്ല, അത് കണ്ട രണ്ടുപേരും അത് കുട്ടന്റെ ശിനിഗാമിയിൽ വരണുണ്ട്. പക്ഷെ മോശമായ വരി ഇവര് കട്ട് ചെയ്തോളൂ, നല്ല വരി എടുത്താൽ മതിയല്ലോ. നിങ്ങൾ പാടിക്കോ. അത് വിദ്യാധരൻ മാഷും റാസബീഗുമാണ് പാട്ട്. ഇതിനകത്ത് അല്ല, ഇത് കൊറേ കട്ടുണ്ടോ അസറൊക്കെ വലിച്ചിട്ട് ഇത് പറയുന്നത്. നിങ്ങൾ പാട്ട് പാടി നല്ല വരി എടുത്താൽ മതി കേട്ടോ. ഞാന് ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതിയ പാട്ടാണ്. നല്ല ഗായകനാണ്, നല്ല എഴുത്തുകാരനാണ്, നല്ല ഡയറക്ടർ. ട്രോഫി വെക്കാൻ ചെയ്തോ സാർ തന്നെയാണ്, മ്യൂസിക് ചെയ്തോ സാർ തന്നെയാണ്. മ്യൂസിക് നിങ്ങൾ തന്നെ പടത്തിന്റെ അല്ല, കുട്ടന്റെ ശിനിഗാമിയിലെ ഒരു പാട്ടിന് അങ്ങനെ കൊടുക്കേണ്ടി വന്നു. അത് അറിയാം, ആ സമയത്ത് പെട്ടെന്നൊരു പാട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്ലാൻ ചെയ്ത പാട്ട് ഇഷ്ടപ്പെടാതെ അവസാനം മ്യൂസിക്കും വരികളൊക്കെ ആ സമയത്ത് എഴുതി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ സംഭവിച്ചതാണ്. അത് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി വല്ലാതെ ഈ പടത്തിൽ അങ്ങനെ കുട്ടിക്കാലം തൊട്ടേ നമ്മൾ കൂട്ടുകാരല്ലേ, കൂട്ടുകൂടി പാട്ടും പാടി നടന്നോരല്ലേ, നാട്ടുമാവിൻ കൊമ്പിൽ കയറി മറിഞ്ഞോരല്ലേ, കാട്ടുനെല്ലി തിന്നിട്ട് വെള്ളം കുടിച്ചോരല്ലേ, എന്തോരം തെറ്റിപ്പിരിഞ്ഞാലും കൂട്ടുകൂടില്ലെന്ന് വാശി പിടിച്ചാലും പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ കാണാതിരിക്കാൻ പറ്റാത്തോരല്ലേ, നമ്മൾ ഒറ്റ മനസ്സുള്ളോരല്ലേ, പിരിയാത്ത ചങ്ങാതിക്കൂട്ടമല്ലേ എന്നുള്ളൊരു മൂഡ്. അത് ജാഫർക്ക് അസലായിട്ട് പാടിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് എഴുതിയ ആ രണ്ടു വരി വേണമെങ്കിൽ തീർച്ചയായിട്ടും അത് പാട്ട് രണ്ടുപേരും 4 വരി പാടി. കാത്തിരുന്ന് കുഴഞ്ഞു പോയത് നീ അറിഞ്ഞില്ലേ, കൂടൊഴിഞ്ഞ് പറന്നു പോയതും നീ തനിച്ചല്ലേ, ഏറെ നാളായി ഞാൻ കൊതിപ്പു നീ വരുകില്ലേ, കണ്ണുനീരിൽ തോണിയുന്തി ഞാൻ തളർന്നില്ലേ, ഞാൻ നിനക്ക് താജ് തോൽക്കണ കൂട് വച്ചോളാം. വിദ്യാധരൻ മാഷ് പാടിയല്ലേ പാട്ട്? ഇത് ശിവരാമൻ നാഗലശ്ശേരി എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. വിദ്യാധരൻ മാഷാണ് പാടിയിരിക്കുന്നത്. പിന്നീട് പലരും പാടിയത് വൈറലാക്കിയതാണ്. ഭയങ്കര ഹിറ്റ് അടിച്ച പാട്ടായിരുന്നു. ജാഫർക്കൊക്കെ നന്നായിട്ട് പാടും. ഷമീർ എന്ന് പറഞ്ഞ പടത്തില് ഭയങ്കര ഹിറ്റ് അടിച്ച പാട്ടാണ്. അപ്പോൾ ചെറുക്ക പടം ഇറങ്ങുവാണ്. ആ പടം 20-ാം തീയതി എല്ലാരും കാണാം. ഈ അഷ്റഫ് 4 എണ്ണം ഗതി പറഞ്ഞല്ലോ നിങ്ങളോട്. ഈ 5ാമത്തെ അഷ്റഫ് ഖാൻ ഒന്ന് ശരിയാ കണ്ടിഷ്ടപ്പെട്ടാൽ മാത്രം കണ്ടാൽ മതി എന്നല്ല പറഞ്ഞ. ആരും വലിഞ്ഞു കയറി അഷ്റഫിന് പൈസ തിരിച്ചൊന്നും കിട്ടണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം കിട്ടിയാൽ മതി എന്നാ പറഞ്ഞത്. 6ാമത്തെ പടം അതും ചെയ്യുന്നുണ്ട് അല്ലേ? അതിൽ നിങ്ങൾ അഭിനയിക്കുന്നുണ്ട്. അത് പറയാൻ പറ്റില്ല, ഞാൻ ഉണ്ടാവില്ല. അപ്പം എന്നെ വിളിക്കുവോ? നിങ്ങളല്ലേ സംവിധാനം? അതാ സംവിധാനം? അത് വേറെ ആളാണ്. അല്ല നിങ്ങളുടെ ഇപ്പൊ ഒരുമിച്ച സിനിമയിൽ അഭിനയിച്ചല്ലോ. അല്ല ആ പടത്തിൽ നമ്മൾ തമ്മ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടില്ല? ഞാൻ അഭിനയിച്ചു പോയി. നമ്പർ നിങ്ങൾ അലീനോട് വാങ്ങിക്കോളി, ആവശ്യം വന്നാൽ വിളിക്കാൻ. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാരും 20-ന് സിനിമ കാണാൻ അഭ്യർത്ഥിച്ച് എന്താ പറയാ, നിങ്ങളുടെ സ്ഥിരം ദുആ ചെയ്തൊക്കെ പടം കാണണമെന്നുള്ള അള്ളാന്റെ കുറവോട് കൂടിയിട്ട് എല്ലാരും കണ്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ സിനിമ ഒന്ന് കഴിച്ചില്ലാവാന്. നിങ്ങളൊന്ന് താജീദൊക്കെ സ്കരിച്ച് പോയിരുന്നിട്ട് സിനിമ റിലീസാക്കട്ടെ കേട്ടോ. സിനിമക്ക് വേണ്ടിട്ട് താജീദൊക്കെ നിസ്കരിച്ച് എൻ്റെ സുന്നത്തൊക്കെ സ്കരിച്ച് ആ സിനിമ രാവിലെ തിയേറ്ററിൽ പോയിട്ട് ഒന്ന് ഊതിക്കാളി. എന്നിട്ട് ആ സിനിമ നന്നായിട്ട് കഴിച്ചിലാവട്ടെ. ഇതൊക്കെ കഴിച്ചിലായിട്ട് വേണം അടുത്ത പടം ഒന്ന് ഉഷാറാക്കാൻ. സിനിമ ഇൻഡസ്ട്രി തിയേറ്ററിൽ പോയിട്ട് ഊതണോ? അതൊക്കെ ഉണ്ടായി. ഞാൻ സുഖമായിട്ട് മനസ്സിലായോ? തിയേറ്ററിൽ പോയി ഊത ഇന്ന ഊതാണ്, അത് മനസ്സിലായില്ല. തിയേറ്ററിൽ പോയി ഊതിയിട്ട് അത് ശരിയാക്കാൻ അതായിട്ട് കഴിച്ചില്ല. ഇന്ന ഊതിയാ പോലും നിനക്കറിയില്ല. പിന്നെ
അത് പുതിയ സിനിമ ആയിട്ട് കഴിച്ചല്ലോ അല്ല ഇതിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡൊക്കെ അങ്ങനെ സിനിമ സൂപ്പർ സിനിമയായിരിക്കും. കാരണം ഈ നല്ല സിനിമ പടമായിരിക്കും. ഞാൻ ലൊക്കേഷൻ ഉണ്ടായിരുന്നാണ്. ഇദ്ദേഹം അഭിനയിച്ചതാണ്. നേരത്തെ അശോക് പറഞ്ഞ പോലെ സിനിമ നിങ്ങൾ റിവ്യൂ, സത്യസന്ധമായ റിവ്യൂ, ആ സത്യസന്ധമായ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ പോവുക. റിവ്യൂ സിനിമ കണ്ടവർ ചെയ്യുന്ന റിവ്യൂ കണ്ടിട്ട് പോവുക. സിനിമ കാണാതെ റിവ്യൂ ചെയ്യുന്നവരെ കണ്ടിട്ട് സിനിമയ്ക്ക് പോയാൽ സിനിമ നിങ്ങൾക്ക് പരാജയമായിട്ട് തോന്നും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സത്യസന്ധമായ റിവ്യൂ എഴുതുക. നിങ്ങളുടെ ഒരു പബ്ലിസിറ്റി ആയിരിക്കും സിനിമയുടെ വിജയം. ഈ സിനിമയുടെ മുകളിലേക്കുള്ള പൈസ എനിക്ക് കറക്റ്റാണ്. ഞാൻ കാസർഗോഡ് തിരുവനന്തപുരം യാത്ര ചെയ്താലും ഈ ഒരു സിനിമയ്ക്ക് ഓഡിയൻസ് ഞാൻ പല സ്ഥലത്തും കണ്ടു, പോസ്റ്ററുകളും കണ്ടു. അപ്പം ആ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡ്യൂസറാണ്. 4 പടം, ഇത് 5ാമത്തെ സിനിമയാണ്. ഇദ്ദേഹം നേരത്തെ പറഞ്ഞ ഇദ്ദേഹത്തെ മനസ്സിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ പല ആളുകളും വലിയ വലിയ ആളുകളായി പോകുമ്പോൾ ഈ അർഷവിൻ്റെ ഫ്ലാറ്റിൽ കിടന്നുറങ്ങാത്ത ഒരാർട്ടിസ്റ്റുകളും ഈ 4 സിനിമയിൽ അഭിനയിച്ച ഒരാർട്ടിസ്റ്റ് പോലും ഇല്ല എന്ന കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ സിനിമ അർഷവിൻ്റെ കൂടെ നിൽക്കേണ്ട സിനിമയാണ്. വലുതായി പോയിട്ട് അർഷവ് എന്നും വലുതായി തന്നെ നിൽക്കട്ടെ. ഈ സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് പോട്ടെ. ആമീൻ. ഇത് എന്റെ ഓണം, എന്റെ മൈജി ഓണം മാസോണം സീസൺ 2.